50 ദിവസങ്ങൾക്കുള്ളിൽ വെടിനിർത്തൽ കരാറിലെത്താൻ റഷ്യയും യുക്രൈനും പരാജയപ്പെട്ടാൽ റഷ്യയ്ക്ക് മേൽ 100% തീരുവ ചുമത്തുമെന്ന് യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നറിയിപ്പ് നൽകി. കൂടാതെ യുക്രൈന് കൂടുതൽ ആയുധങ്ങൾ വിതരണം ചെയ്യുന്നതിനുള്ള കരാർ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിക്കുകയും ചെയ്തു. യുക്രൈൻ യുദ്ധം നീട്ടിക്കൊണ്ടു പോകുന്നതിനും അതുപോലെ സംഘർഷം അവസാനിപ്പിക്കുന്നതിനുള്ള ചർച്ചകൾക്ക് വിസമ്മതിക്കുന്നതിനും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനെ ട്രംപ് സമീപ ആഴ്ചകളിൽ വിമർശിച്ചിരുന്നു. പിന്നാലെയാണ് ഉപരോധങ്ങളുടെ പ്രഖ്യാപനം വരുന്നത്. യുക്രൈൻ അധിനിവേശവുമായി ബന്ധപ്പെട്ട് റഷ്യയ്ക്ക് മേൽ നയതന്ത്ര സമ്മർദ്ദം തുടരുന്നതിനിടെ ഡച്ച് പ്രധാനമന്ത്രി മാർക്ക് റൂട്ടിനൊപ്പം വൈറ്റ് ഹൌസിൽ സംയുക്തമായി പങ്കെടുത്തപ്പോഴാണ് ട്രംപ് ഈ പരാമർശങ്ങൾ നടത്തിയത്. ഞാൻ വ്യാപാരത്തെ പല കാര്യങ്ങൾക്കും ഉപയോഗിക്കുന്നു എന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. എന്നാൽ യുദ്ധങ്ങൾ പരിഹരിക്കുന്നതിന് ഇത് വളരെ നല്ലതാണ്, ട്രംപ് വ്യക്തമാക്കി. നേറ്റോ യുഎസ് കരാർ പ്രകാരം യുക്രൈന് വൻതോതിൽ ആയുധങ്ങൾ ലഭിക്കുമെന്ന് ഡച്ച് പ്രധാനമന്ത്രി മാർക്ക് റൂട്ടി വാഗ്ദാനം ചെയ്തു. നേറ്റോ രാജ്യങ്ങൾ വഴി യുക്രൈനിലേക്ക് അമേരിക്കൻ ആയുധങ്ങളുടെ ഒഴുക്ക് ഉറപ്പാക്കുന്ന ഒരു പുതിയ പദ്ധതി ട്രംപും റൂട്ടും പ്രഖ്യാപിക്കുകയും ചെയ്തു. ആയുധങ്ങളിൽ യുക്രൈൻ അടിയന്തരമായി തേടുന്ന പാട്രിയറ്റ് വ്യോമ പ്രതിരോധ മിസൈലുകൾ ഉൾപ്പെടുമെന്നും ട്രംപ് വ്യക്തമാക്കി. റഷ്യയും യുക്രൈനും തമ്മിലുള്ള സമാധാന ചർച്ചകളിൽ യുഎസ് മധ്യസ്ഥതയിലുള്ള ചർച്ചകൾ പരാജയപ്പെട്ടതിൽ ട്രംപ് പലതവണ നിരാശ പ്രകടിപ്പിച്ചിട്ടുണ്ട്. പെന്റഗൺ യുക്രൈനിലേക്കുള്ള ആയുധ കയറ്റുമതി താൽക്കാലികമായി നിർത്തുമെന്ന് പ്രഖ്യാപിച്ച് ദിവസങ്ങൾക്ക് ശേഷമാണ് ഇങ്ങനെയൊരു പ്രഖ്യാപനം വരുന്നത്. അതുകൊണ്ട് തന്നെ പ്രതീക്ഷയുടെ ഒരു നേരിയ വെളിച്ചം വീണു തുടങ്ങിയെന്ന് പ്രതീക്ഷിക്കാം. റഷ്യയ്ക്ക് 100% താരിഫുകളും അതുപോലെ റഷ്യൻ ഊർജ്ജം വാങ്ങുന്ന രാജ്യങ്ങൾക്ക് ദ്വിതീയ ഉപരോധങ്ങളും ഏർപ്പെടുത്തുമെന്ന് വൈറ്റ് ഹൌസ് ഉദ്യോഗസ്ഥർ സ്ഥിരീകരിച്ചതായി മാധ്യമ റിപ്പോർട്ടുകൾ പറയുന്നു. അതേസമയം കിഴക്കൻ യുക്രൈനിലെ പുതിയ പ്രദേശങ്ങൾ പിടിച്ചെടുത്തതായി റഷ്യൻ സൈന്യം തിങ്കളാഴ്ച അറിയിച്ചു. ഡൊണറ്റ്സ്ക് മേഖലയിലും സെപ്പോറിജിയ മേഖലയിലും 2 ഗ്രാമങ്ങൾ പിടിച്ചെടുത്തു. കിഴക്കൻ ഖാർക്കിവ്, സുമി മേഖലകളിലും 3 സാധാരണക്കാർ കൊല്ലപ്പെട്ടു.